ഹലോ നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ മഴ തോരും മുൻപേ എന്നുള്ള ആ സീരിയലിലെ കഥയിൽ നമ്മുടെ എന്താണ് ഈ കുട്ടി അലീന ഇടയ്ക്ക് ബോധം വന്നു പോയിരിക്കും. ഡോക്ടർ പറയുന്നുണ്ട് അതിങ്ങനെ മയക്കുമരുന്ന് പോലുള്ള എന്തോ അകത്ത് ചെന്നിട്ടുണ്ട്, ഒന്നില്ലെങ്കിൽ ഉറക്ക ഗുളികയാകാം അല്ലെങ്കിൽ മയക്കുമരുന്നാകാം എന്ന് പറയുമ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട് ഉറക്ക ഗുളികൊന്നും അലീന കഴിക്കുന്നില്ല, പിന്നെ മയക്കുമരുന്ന് എന്ന് പറഞ്ഞ സാധനം തന്നെ എന്താണെന്ന് അറിയില്ല, അന്ന് അങ്ങനെയുള്ള എന്തോ ആണ് ഈ കുട്ടിയുടെ അകത്ത് പെട്ടിരിക്കുന്നത്, എന്താണ് സംഭവം എന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ആകെ വെപ്രാളെടുത്തിട്ട് പാടില്ല, മനുവിന് എന്ത് സംഭവിച്ചു എന്ന് അറിയണ്ടേ. അങ്ങനെ ബാലചന്ദ്രനെ വീട്ടിലേക്ക് പറഞ്ഞിട്ട് മനു നമ്മളുടെ അലീനെ കാണുന്നുണ്ട് കേട്ടോ. അലീനെ കണ്ടിട്ട് അലീനോട് ചോദിക്കുന്നുണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കാരണം മനുവിൻ്റെ ഇഷ്ടം പറഞ്ഞ അപ്പം തന്നെയാണ് ഈ അലീനയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത്. കാരണം മനുവിന് അത്രയ്ക്ക് ഇഷ്ടമാണ് അവളെ. അപ്പോൾ അതുകൊണ്ട് അന്ന് തന്നെ ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചാലും അവന് അതിയായ ദുഃഖമുണ്ട് കേട്ടോ. സംഭവം എന്താണെന്നിട്ട് മനസ്സിലായിട്ടുമില്ല. അങ്ങനെ എന്തായാലും മറ്റൊരു കള്ളനാണ് കയറുന്ന വെച്ചാലും കത്രയൊക്കെ എടുത്ത് കുത്തുമോ, അതൊക്കെ അതല്ലേ. അപ്പോൾ ചോദിക്കേണ്ടത് നീ സത്യം പറയണം, എന്താണ് സംഭവിച്ചെന്നുള്ളത് പറയണം. അപ്പോൾ അലീനയ്ക്ക് ആദ്യം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് അവളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്, പക്ഷേ മനുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ മനു അത് ഏത് ഇതിലാണ് എടുക്കുകയെന്നും അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ ആ മനുവിനോട് സത്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ അലീന പറയുന്നുണ്ട്. കാരണം മനുവിനോടെങ്കിലും സത്യങ്ങൾ അലീന പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാ ആളുകളും പറയുമ്പോൾ നന്മമാരായി പോകും. കാരണം ഇനിയും അവൾക്ക് തുടർന്ന് അവിടുന്ന് ജീവിക്കണമെങ്കിൽ ഇവർ പിന്നെ ഇവളെ അറ്റാക്ക് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പല്ലേ, അവൾ ഇത്രയേ ഉള്ളൂ എന്ന് അവരാണ് മനസ്സിലാക്കും. അപ്പോൾ മനുവിനോടും കൂടിയും പറയണം. അങ്ങനെ മനു ആകെ എന്താ പറയുക തിളച്ചാണ് അവിടെ വരുന്നത്, അവിടെ വീട്ടിൽ തിരിച്ച് വരുന്നുണ്ട്. മനു അന്തം വിട്ട് പോയി. കാരണം ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല അവരുടെ കയ്യിൽ നിന്ന്. അതാണ് കാരണം ഇവനൊരു താന്തോന്നിയാന്നൊക്കെ അറിയാം, ഹരി ഇത്തിരി താന്തോന്നിയാന്നൊക്കെ അറിയാം. അങ്ങനെ ആദ്യം രോഹിൻ്റെ അടുത്ത് ചെല്ലേണ്ടത് തോന്നുന്നു. രോഹിൻ്റെ അടുത്ത് ചെന്നതിന് ശേഷമാണ് ഹരിയുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ഹരി അപ്പോൾ തന്നെ വാതിൽ വന്ന് തുറന്നപ്പോൾ തന്നെ കമല ചോദിക്കുക എന്തോ വയ്ക്കും അവൻ എവിടെയെന്ന് ചോദിച്ചിട്ടാണ് കയറി വരുന്നത്. അപ്പോൾ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചെന്ന് വാതിൽ മുട്ടുമ്പോൾ വന്ന് ഇവൻ തുറക്കുന്നുണ്ട്. ഹരി വന്ന് തുറക്കുമ്പോൾ സംഭവം ചോദിക്കുമ്പോൾ ആദ്യം അവൻ നിഷേധിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മനുവല്ലേ സർവ്വശക്തി എടുത്ത് കൊടുക്കുന്നുണ്ട്, മോന്തൊക്കെ ഇട്ടിട്ട്. അങ്ങനെ കൊടുക്കുന്ന അവസ്ഥ അവൻ വീഴുന്നുണ്ട്. പിന്നെ അവൻ സംഭവിച്ചതിനൊക്കെ പറ്റി വിശദീകരിക്കുന്നുണ്ടായിരിക്കാം ഞാൻ. അപ്പോൾ അങ്ങനെ അവിടുന്ന് നല്ല കണക്കിലാണ് പിന്നെ മനു അടിച്ച് ഇതാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ല, അങ്ങനെ അടിച്ചിരുത്തുകയാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേവതിക്കുട്ടിക്ക് അറിയാം. കാരണം രേവതിക്കുട്ടിയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് രോഹി വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ പറയും രോഹി പിന്നെ അപ്പളേ രേവതിക്കുട്ടി പറയുന്നുണ്ട് ചേച്ചി വെള്ളമൊന്നും കൊണ്ടു കൊടുക്കണം, അവൻ വേണമെങ്കിൽ താഴത്തോട്ട് വന്നിട്ട് വെള്ളം എടുത്ത് കുടിച്ചോട്ടെ, ചേച്ചി എന്തിനാ ഇതൊക്കെ കൊണ്ടു കൊടുക്കാൻ പോകുന്നത്, ചേച്ചിയോട് അവൻ ചെയ്തത് ചേച്ചിക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ, അപ്പോൾ എന്തിനാണിത് കൊണ്ടു കൊടുക്കണമെന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് അലീനോട്. അത് സാരല്ല, ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരില്ല, ഞാനത് കൊടുത്തിട്ട് വരാം, നീ കട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ടാണ് നമ്മുടെ അലീന പിന്നെ നാരങ്ങ വെള്ളം കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് പിന്നെ ഇവനറിയാം. അപ്പോൾ രോഹിത്ത് വന്ന വിവരം രേവതിയോട് നമ്മളുടെ രേവതിക്കുട്ടിയോട് അലീന പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി വിളിച്ചിട്ട് ഇനി മനുവിനോട് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ അലീന പറക്കാൻ അലീന പറയുക ഇനി അങ്ങനെ ഒരു പ്രശ്നം വേണ്ട, പോലീസിനോടൊന്നും അവൾ സത്യം പറഞ്ഞിട്ടില്ലല്ലോ, എങ്ങനെയൊക്കെ അറിഞ്ഞാൽ അനിയന്മാരല്ലേ, അതിപ്പോൾ അവർക്ക് അംഗീകരിച്ചില്ലെങ്കിൽ അവളെ മനസ്സിൽ അവളെ അനിയന്മാർ തന്നെയല്ലേ, അപ്പോൾ അവരെ പോലീസ് പിടിക്കേണ്ട വെച്ചിട്ടാവും. അങ്ങനെ രേവതിക്കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ അറിഞ്ഞ മനു വന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവങ്ങളൊക്കെ ഏതാണ്ട് ഒന്നൊന്നായി പുറത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം, നമുക്ക് എന്തായാലും നല്ലൊരു സീരിയലാണ്, മിസ് ചെയ്യേണ്ട. കാരണം കമല ഇവനെ തല്ലണേന് പറയണുണ്ട്. അപ്പോൾ അന്നേ പറയുന്നുണ്ട് അമ്മ ഒന്ന് സൂക്ഷിച്ചോ, കാരണം മുന്നത്തെ കാര്യത്തിൽ തന്നെ പിന്നെ രേവതിയോട് അലീനോട് മോശമായിട്ട് പെരുമാറുമ്പോഴേ മനു പറയുന്നുണ്ട് അമ്മേ ഒന്ന് സൂക്ഷിച്ചോ, ഇവിടുന്ന് ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാക്കി വയ്ക്കും നിങ്ങളുടെ അമ്മയുടെ മോൻ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു മനു. ഏതാണ്ട് ഇപ്പോൾ ആ സംഭവത്തിക്കൊക്കെ തന്നെയാണ് വന്നത്. അലീന പോലീസിനോട് സത്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ രണ്ടാളൊന്ന് ജയിലിൻ്റെ ഉള്ളിലാണ്. കാരണം അത്രയും ക്രിമിനലായിട്ടുള്ള കാര്യമാണ് അവർ രണ്ടുപേരും കൂടെ ചെയ്തത്. ഇത്രയും ക്രിമിനൽ മൈൻഡുള്ള മകനാണെന്നുള്ള കമലയ്ക്കും അറിയില്ലായിരുന്നു. കാരണം അവൻ്റെ വെപ്രോളും കാര്യങ്ങളൊക്കെ ഇന്നലെ കണ്ടപ്പോഴേ കമലയ്ക്ക് ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൈജയ്ക്കും ഡൗട്ട് അടിച്ചിട്ടുണ്ട് ഹരിയുടെ ഇത് കണ്ടിട്ട്. എന്തായാലും നമ്മളെ മനു ഇന്നത്തെ ദിവസം പൊളിച്ചു, നല്ല ഇതാണ് കാണാൻ പോണത്. അപ്പോൾ
നമുക്ക് കാണാം. ബാക്കിയുള്ള ഇത് എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമുക്ക് ലൈക്കൊക്കെ തന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.